Hi learners, welcome to I+ Training Solutions. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് UGC Net Commerceന്റെ ഡിസംബർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ബാലൻസ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question. Which of the following is not a monetary measure for correcting disequilibrium in balance of payment? ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാൻ മോണിറ്ററി മെഷർ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പല മെഷേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇക്വിലിബ്രിയം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന മെഷേഴ്സിൽ ഏതാണ് മോണിറ്ററി മെഷർ അല്ലാത്തത്, അതായത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള പല മെഷേഴ്സിൽ മോണിറ്ററി മെഷർ അല്ലാത്തത് ഇതിലേതാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മോണിറ്ററി കോൺട്രാക്ഷൻ, ഡീവാലുവേഷൻ, എക്സ്ചേഞ്ച് കൺട്രോൾ, അബോളിഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. ഇത് നാലും വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇതിലേതാണ് മോണിറ്ററി മെഷർ അല്ലെങ്കിൽ ഇതിലേതാണ് മോണിറ്ററി മെഷർ അല്ലാത്തത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. മോണിറ്ററി കോൺട്രാക്ഷൻ, ഡീവാലുവേഷൻ, എക്സ്ചേഞ്ച് കൺട്രോൾ, ഇത് മൂന്നും മോണിറ്ററി മെഷേഴ്സ് ആണ്. സോ the answer is option D, which means abolition of export duties. Abolition of export duties എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പോർട്ട് ഡ്യൂട്ടീസ് കുറച്ചു കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് അബോളിഷ് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടേഴ്സിന് കൂടുതൽ ബെനിഫിഷ്യൽ ആണ് അല്ലെ. എക്സ്പോർട്ടേഴ്സിന് അവർക്ക് കൂടുതലായിട്ട് എക്സ്പോർട്ട് നടക്കും. എക്സ്പോർട്ട് നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഡിസിക്വിലിബ്രിയം മാറി കിട്ടും, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു അബോളിഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് അബോളിഷ് ചെയ്യുന്നത് മോണിറ്ററി മെഷർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് നമുക്കൊരു ഫിസ്ക്കൽ പോളിസി ആയിട്ടാണ് പറയാൻ പറ്റുന്നത്. സോ മോണിറ്ററി പോളിസി ഇൻവോൾവ് ആക്ഷൻസ് ടേക്കൺ ബൈ എ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ ദ മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ് കണ്ടീഷൻസ് ടു ഇൻഫ്ലുവൻസ് മാക്രോ എക്കണോമിക് വേരിയബിൾസ് ലൈക്ക് inflation and economic growth. Fiscal policy involves government decisions on taxation and spending. So abolishing an export duty is a tax measure. Therefore it falls under the realm of fiscal policy. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടി കാണും. അപ്പോൾ നമുക്കറിയാം ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ടാക്സേഷനും സ്പെൻഡിങ്ങും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ എക്കണോമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് അബോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാക്സ് മെഷർ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് മോണിറ്ററി പോളിസിയിൽ പറയാനായിട്ട് പറ്റില്ല. സോ നമുക്ക് അവിടെ അബോളിഷൻ ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. When all the factors of production are changed in same proportion, it is called. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇത് നമ്മുടെ എക്കണോമിക്സ് എന്നൊരു ഏരിയ, എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്തു. അതായത് നമ്മുടെ ഇൻപുട്ടുകളെല്ലാം, ഫാക്ടർ ഇൻപുട്സിനെ എല്ലാം സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്താൽ അതിനെ പറയുന്ന പേര്, ഒന്നിൽ കൂടുതൽ പേരുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ. സോ അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലോ ഓഫ് ഈക്വൽ പ്രൊപ്പോർഷൻ, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ലോ ഓഫ് റിട്ടേൺ ടു എ ഫാക്ടർ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓപ്ഷൻ എ ബി സി ഡി ഇ ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെയിം പ്രൊപ്പോർഷനിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇതിൽ പല പേരുകളിലായിട്ട് അറിയപ്പെടും. അതിന്റെ പേരുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? എല്ലാ ഫാക്ടർ ഇൻപുട്ടുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. സോ എ എന്തായാലും വരും. ലോ ഓഫ് ഈക്വൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നതും സെയിം കാര്യം തന്നെയാണ്. നമ്മൾ നമ്മുടെ ഇൻപുട്സിനെ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഫാക്ടർ ഇൻപുട്സിനെ എല്ലാം സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും അത് തന്നെയാണ് പറയുന്നത്. എ ബി ആൻഡ് സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ലോ ഓഫ് റിട്ടേൺ ടു എ ഫാക്ടർ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്യുന്നില്ല. ചില ഫാക്ടേഴ്സ് ഫിക്സഡ് ആക്കി വെക്കും, ചിലതിൽ മാത്രമേ ഉള്ളൂ വേരിയേഷൻസ് നടത്തുന്നത്. അതാണ് നമ്മളുടെ ഡി ആൻഡ് ഇയിൽ പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ബി സി ഒള്ളി, ഓപ്ഷൻ 1 ആണ് എ ബി സി ഒള്ളി പറയുന്നത്. സോ ഓപ്ഷൻ 1 ഈസ് ദി കറക്റ്റ് ആൻസർ. സോ നമുക്ക് ഇവിടെ കാണാം, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ഹൗ ഔട്ട്പുട്ട് ചേഞ്ചസ് when all inputs to production can be varied.
ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ അതല്ലേ പറയുന്നത്. അതായത് നമ്മൾ എല്ലാ ഇൻപുട്ടുകളും സെയിം പ്രൊപ്പോർഷനിൽ വേരി ചെയ്താൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് അല്ലേ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഡിസ്ക്രൈബ് ഹൗ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഒക്കർ when all inputs to production are changed by the same proportion. Law of returns to scale നമ്മുടെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും പറയുന്ന സെയിം കാര്യം തന്നെയാണ് റിട്ടേൺസ് ടു സ്കെയിലിലും പറയുന്നത്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസിൽ പറയുന്നത് ഹൗ ഔട്ട്പുട്ട് ചേഞ്ചസ് വെൻ വൺ ഇൻപുട്ട് ഈസ് വേരിഡ് വൈൽ അതേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമ്മളുടെ ഔട്ട്പുട്ടിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മളുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അവിടെ നമ്മൾ എല്ലാ ഫാക്ടർ ഇൻപുട്ടുകളിലും ചേഞ്ച് വരുത്തുന്നില്ല അല്ലെ, എല്ലാ ഫാക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ അവിടെ കുറച്ച് ഫാക്ടേഴ്സിനെ ഫിക്സഡ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്, ചില ഇൻപുട്സിൽ മാത്രമാണ് വേരിയേഷൻസ് നടത്തുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. നമുക്കിവിടെ 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നോക്കുക. കാരണം നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ വേഗത്തിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റേറ്റ്മെന്റ് എ, അസസ്മെന്റ് ഇയർ മീൻസ് പീരീഡ് ഓഫ് 12 months commencing on the first day of April every year. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഏപ്രിൽ, നമ്മൾ എല്ലാ വർഷവും ഫസ്റ്റ് ഏപ്രിലിൽ തുടങ്ങി 12 മാസം, അതിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. യെസ്, അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ദെൻ ഓപ്ഷൻ ബിയും സിയും നിങ്ങൾ നോക്കണം. ഓപ്ഷൻ ബി, റൗണ്ടിംഗ് ഓഫ് ടോട്ടൽ ഇൻകം ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 288B ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. ടോട്ടൽ ഇൻകത്തിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത് ഇൻകം ടാക്സിന്റെ സെക്ഷൻ 288B അത് അതേപോലെ തന്നെയാണ് തൊട്ടടുത്ത ക്വസ്റ്റ്യനും തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റും. റൗണ്ടിംഗ് ഓഫ് ടാക്സ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 288A ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എന്താണ് അവിടുത്തെ ഒരു ചെറിയ വ്യത്യാസം. സ്റ്റേറ്റ്മെന്റ് ബിയിൽ പറയുന്നത് ടോട്ടൽ ഇൻകത്തിന്റെ റൗണ്ടിംഗ് ഓഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത് സെക്ഷൻ 288B പറയുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റില് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അവിടെ ടോട്ടൽ ഇൻകം ആണെങ്കിൽ ഇവിടെ ടാക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ, നമ്മുടെ ടാക്സ് ലൈബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൗണ്ട് ഓഫിനെ പറ്റിയിട്ട് പറയുന്നത് സെക്ഷൻ 288A പ്രൊവിഷൻസിലാണെന്നും പറയുന്നു. ആക്ച്വലി ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവര് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. കാരണം ടോട്ടൽ ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത റൗണ്ട് ഓഫുകളെ പറയുന്നത് 288A ഇൻകം ടാക്സ് ആക്ടിന്റെ 288A ടോട്ടൽ ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്ത് ടോട്ടൽ ഇൻകത്തിന്റെ റൗണ്ടിംഗ് ഓഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത് 288A ഇനി ഇൻകം ടാക്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൗണ്ടിംഗ് ഓഫിനെ പറ്റിയുള്ള പ്രൊവിഷൻസ് 288B പറയുന്നത്. ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തേക്കാണ്. ആക്ച്വലി നമ്മൾക്ക് ഇത് അറിയാമെങ്കിലും നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കാണെങ്കിലും പെട്ടെന്ന് എക്സാമിന് കാണുമ്പോൾ ബിയും സിയും ശരിയാണ് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ടോട്ടൽ ഇൻകം 288B, ടോട്ടൽ ടാക്സ് 288A, ഇങ്ങനെ നമുക്ക് ചെറിയ വ്യത്യാസം മാത്രം, അവിടെ ഒരു നേരിയ ഡിഫറൻസേ ഉള്ളൂ അല്ലേ. ഈ ഒരു ചെറിയ ഡിഫറൻസുകൾ നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2 മാർക്കാണ് അവിടെ പോകുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും തെറ്റാണ്. ദെൻ ഓപ്ഷൻ ഡി, അസസി ഈസ് ഓൾവേസ് എ പേഴ്സൺ ബട്ട് എ പേഴ്സൺ മേ ഓർ മേ നോട്ട് ബി ആൻ അസസ്ഡ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അസസി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പേഴ്സൺ ആണ്. ആരാണ് പേഴ്സൺ? നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിനകത്ത് ആരാണ് പേഴ്സൺ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പേഴ്സണിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. Then a person may not have assessable income but may still be an assessed. ഒരു പേഴ്സണിന് അസസബിൾ ഇൻകം ഇല്ല എങ്കിലും അയാളെ നമ്മൾ അസസി ആയിട്ട് കണക്കാക്കും. ചില സാഹചര്യങ്ങളുണ്ട്, ചില സ്പെസിഫിക് കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. സോ A, D and E ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ നമുക്ക് A, D, E വരുന്ന ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ് അല്ലെ. A, D and E ആണ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ നമുക്ക് കാണാം, as per section 288A, total income computed in accordance with the provisions of income tax law shall be rounded off to the nearest multiple of 10.
ഇപ്പൊ 288A പറയുന്നത് ടോട്ടൽ ഇൻകം, നമ്മൾ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്ന ടോട്ടൽ ഇൻകം റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10ലേക്ക് വേണം റൗണ്ട് ഓഫ് ചെയ്യാൻ. അതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ 288A ഇനി സെക്ഷൻ 288B പറയുന്നത് എന്താണ്? ടോട്ടൽ ടാക്സ് കമ്പ്യൂട്ടഡ് ഷാൾ ബി റൗണ്ടഡ് ഓഫ് ടു ദി നിയറസ്റ്റ് 10. 288B ടോട്ടൽ ടാക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് എത്രയാണോ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടോട്ടൽ ടാക്സിനെ നിയറസ്റ്റ് 10ന്റെ മൾട്ടിപ്പിളിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിരിക്കണം. അത് 288B പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ആ സെക്ഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. റീസെന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻകം ടാക്സിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് ലോയിൽ നിന്നുമൊക്കെ സെക്ഷൻസ് എടുത്ത് ചോദിക്കുന്ന ഒരു പതിവ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സോ സെക്ഷൻസിനെ പറ്റി കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദി ഫോളോയിങ് പോയിന്റ്സ് ഇൻ ദിയർ സെക്ഷൻ വൈസ് ഓർഡർ. സെക്ഷൻ 23 to 27. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലെ, സെക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം സെക്ഷൻ 23 to 27. ഇപ്പോ 23 to 27 വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. സെക്ഷൻ വൈസ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഓരോന്നിന്റെയും സെക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഡീംഡ് ഓണർഷിപ്പ്, provision for arrears of rent and unrealized rent received subsequently, determination of annual value, treatment of income from co-owned property, deduction from annual value, deduction from income from house property. ഇപ്പൊ ഈ 5 കാര്യങ്ങളും നമുക്കറിയാം. ഈ 5 ഏരിയാസിന്റെയും സെക്ഷൻസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഡീംഡ് ഓണർഷിപ്പ് ഇൻകം ടാക്സിൽ ഏത് സെക്ഷനിലാണ് പറയുന്നത്? arrears of rent and unrealized rent ഏത് സെക്ഷനാണ്? ആനുവൽ വാല്യൂ, then income from co-owned property. ഇതിനെ പറ്റിയിട്ടൊക്കെ ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് നേരെ ആൻസറിലേക്ക് തന്നെ പോകാം. നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ കൂടി മനസ്സിലാകുമല്ലോ. ഇവിടെ നമുക്ക് CEBDA അതാണ് ഓർഡർ. എങ്ങനെയാണ് ഓർഡർ കിട്ടിയത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. സോ ഡീംഡ് ഓണർഷിപ്പ് സെക്ഷൻ 27 പറയുന്നത്. Arrears of rent and unrealized rent section 25A ആണ്. Annual value of house property section 23. Partly owned by co-owners section 26. Deduction from house property income section 24. അപ്പൊ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആണ് അല്ലേ. ദെൻ ഡിഡക്ഷൻ ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, then arrears of rent and unrealized rent, then property owned by co-owners, finally deemed ownership. അതാണ് CEBDA എന്നൊരു ഓർഡർ വന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following are the characteristics of a high customer centric organization? ഇവിടെ നമുക്കൊരു 5 ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഇതില് ഹൈ കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ പറയുന്നത് മാർക്കറ്റ് ഡ്രിവൺ, പ്രോസസ് ഓറിയന്റഡ്, വാല്യൂ ഡ്രിവൺ, പ്രൈസ് ഡ്രിവൺ, മേക്കിംഗ് കോമ്പറ്റീറ്റർ ഇറലവന്റ്. കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും പ്രോഫിറ്റ് എന്നൊരു കാര്യത്തിലുപരി കസ്റ്റമർ വാല്യൂ ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ലക്ഷ്യമായിരിക്കും അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് ഏറ്റവും പ്രൈമറി ആയിട്ട് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്തായാലും അവർ വാല്യൂ ഡ്രിവൺ ആയിരിക്കും അല്ലെ. ഓപ്ഷൻ സി എന്തായാലും ഉണ്ടാകും. ദെൻ ഇനി എന്താണ് കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്ന് കൂടി നമുക്ക് നോക്കുമ്പോൾ ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് വേഗത്തിൽ സാധിക്കും. ഓപ്ഷൻ സി എന്തായാലും നമ്മളുടെ കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. സോ ഓപ്ഷൻ സി ഉള്ള 3 ഓപ്ഷൻസും നമുക്കുണ്ട് അല്ലെ. ഇവിടെ 4 ഓപ്ഷൻസിലെ 3 എണ്ണത്തിലും ഓപ്ഷൻ സി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി ഓപ്ഷൻസിലേക്ക് കൂടി പോകാം. നമുക്ക് എന്താണ് കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ എന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ A, C and E ആണ് നമ്മുടെ ആൻസർ. എങ്ങനെയാണ് A, C and E ആൻസർ ആയിട്ട് വന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ എ ഹൈലി കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ prioritizes customer needs and experience above all else, making the customer the central focus of all decisions and actions.
ഇപ്പൊ ഒരു ഹൈലി കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കസ്റ്റമർ നീഡ്സിനായിരിക്കും അല്ലെ. കസ്റ്റമേഴ്സിന്റെ നീഡ്സിനും അവരുടെ ഡിമാൻഡ്സിനുമായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ they are driven by market needs and customer demands. So അതുകൊണ്ടാണ് കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻസ് എപ്പോഴും മാർക്കറ്റ് ഡ്രിവൺ ആണ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അവരെപ്പോഴും മാർക്കറ്റ് ഡ്രിവൺ ആണ്. കാരണം നമ്മളുടെ മാർക്കറ്റ് നീഡ്സ്, കസ്റ്റമർ നീഡ്സും കസ്റ്റമർ വാണ്ട്സും മനസ്സിലാക്കിക്കൊണ്ടാണ് കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻസ് മുന്നോട്ട് പോകുന്നത്. സോ ഓപ്ഷൻ എ അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Then when an organization focuses strongly on customer needs and unique value, it can make competitors less relevant by building loyalty and differentiation. അപ്പൊ നമുക്കറിയാം ഈ ഒരു കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻസ് കസ്റ്റമർ നീഡ്സിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലോയൽറ്റി, നമുക്ക് ബ്രാൻഡ് ലോയൽറ്റിയും മറ്റും ബിൽഡ് ചെയ്തുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സിനെ ലെസ് റെലവെന്റ് ആക്കി മാറ്റാനായിട്ടും ഈ ഒരു കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻസിന് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരെപ്പോഴും കൂടുതൽ പ്രോഫിറ്റ് എന്നതിലുപരി ബ്രാൻഡ് ലോയൽറ്റിയും അതേപോലെ തന്നെ ഡിഫറൻഷിയേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുവഴി കോമ്പറ്റീറ്റേഴ്സിനെ ലെസ് റെലവെന്റ് ആക്കി മാറ്റാനും ഈ ഒരു കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻസിന് പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following structure of the marketing department will be most suitable for the companies that produce many product for many market? ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കീവേഡ് ഉണ്ട്, മെനി പ്രോഡക്റ്റ് മെനി മാർക്കറ്റ്സ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. മെനി പ്രോഡക്റ്റ് എന്നും മെനി മാർക്കറ്റ് എന്നും പറയുമ്പോൾ തന്നെ അത് മെട്രിക്സ് ഓർഗനൈസേഷൻ ആണ് എന്ന് മനസ്സിലായിക്കോളുക. അപ്പൊ ഇതിൽ ഏത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രക്ചർ ആണ് ഒരുപാട് ഒന്നിലധികം പ്രൊഡക്റ്റുകളും ഒന്നിലധികം മാർക്കറ്റുകളിലും ഫംഗ്ഷൻ ചെയ്യുന്ന കമ്പനീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? അവിടെ ജോഗ്രാഫിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പല ജോഗ്രാഫിക്കൽ ഏരിയാസിലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനീസിലാണെങ്കിൽ നമ്മൾക്കറിയാം ജോഗ്രാഫിക് ഓർഗനൈസേഷൻ ഉണ്ടല്ലേ. ദെൻ പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആൻഡ് മെട്രിക്സ് ഓർഗനൈസേഷൻ. ഇവിടെ മെനി പ്രോഡക്റ്റ് എന്നും മെനി മാർക്കറ്റ് എന്നും പറയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ മാനേജ്മെന്റിൽ തന്നെ പല സ്റ്റൈലുകൾ കണ്ടിട്ടുണ്ട് അല്ലെ, പല മാനേജ്മെന്റ് സ്റ്റൈൽസ് കണ്ടിട്ടുണ്ട്. മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നിലധികം പ്രൊജക്റ്റുകളോ ഒന്നിലധികം പ്രൊഡക്റ്റുകളോ ഒന്നിലധികം മാർക്കറ്റുകളും ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോലും നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are true for a random variable? ഒരു റാൻഡം വേരിയബിളിനെ അപേക്ഷിച്ചിടത്തോളം ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എ റാൻഡം വേരിയബിൾ ഈസ് എ സർട്ടൈൻ ക്വാണ്ടിറ്റി ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ചാൻസ്. ഇവിടെ ഓപ്ഷൻ എ വരുമോ? ഓപ്ഷൻ എ വരുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ സർട്ടൈൻ, അവിടെ ക്വാണ്ടിറ്റി സർട്ടൈൻ ആയിരിക്കും, വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ചാൻസ്. വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ചാൻസ് അത് നമുക്കറിയാം. റാൻഡം വേരിയബിൾ ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ചാൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ഇറ്റ് സർട്ടൈൻ ക്വാണ്ടിറ്റി, റാൻഡം വേരിയബിൾ ഈസ് എ സർട്ടൈൻ ക്വാണ്ടിറ്റി. സർട്ടൈൻ ക്വാണ്ടിറ്റി എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സർട്ടൈൻ ക്വാണ്ടിറ്റി അല്ല, അൺസർട്ടൈൻ ആണ്. അത് ഓപ്ഷൻ ഇയിൽ അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എ റാൻഡം വേരിയബിൾ ഈസ് എ അൺസർട്ടൈൻ ക്വാണ്ടിറ്റി ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ എ ചാൻസ്. സോ ഓപ്ഷൻ എ ഇവിടെ ശരിയായിട്ട് വരുന്നില്ല. ഓപ്ഷൻ ബി നോക്കിയാൽ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ക്യാൻ അസ്യൂം അറ്റ് മോസ്റ്റ് 2 കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ക്യാൻ അസ്യൂം അറ്റ് 2 കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നു. പക്ഷെ ആക്ച്വലി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺകൗണ്ടബിൾ ആണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണെന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ അവിടെ ഓപ്ഷൻ ബിയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ a discrete random variable can assume at most a countable number of values. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും നമുക്ക് കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. സോ ഓപ്ഷൻ സി അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആണ്. ദെൻ ഓപ്ഷൻ ഡി എ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ സ്പേസ്. റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ സ്പേസ്, അതും നമ്മൾ റാൻഡം വേരിയബിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദെൻ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഫൈനലി ഓപ്ഷൻ ഇയും നമ്മുടെ കറക്റ്റ് ആൻസർ ആണ്. സോ സി, ഡി ആൻഡ് ഇ ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ 4ലാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സി, ഡി ആൻഡ് ഇ. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൗണ്ടബിൾ ആയിരിക്കും എന്നല്ലേ. അത് ഒന്നെങ്കിൽ ഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ബട്ട്
കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് നോക്കിയാലോ, നമുക്കിപ്പോ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, അതൊരു ഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഇനി അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആകാം, പക്ഷേ കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് കിട്ടും. നമ്പർ ഓഫ് ടോസസ് അൺടിൽ ഫസ്റ്റ് ഹെഡ് ഇൻ എ കോയിൻ ടോസ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റ് ബട്ട് കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആയിട്ട് പറയാം. ദെൻ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ സ്പേസിന്റെ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ഡൈസ് എറിയുന്ന സമയത്ത് സാമ്പിൾ സ്പേസ് അവിടെ 1 2 3 4 5 6 ആയിരിക്കും അല്ലെ, ഒന്നെങ്കിൽ 1 2 3 4 5 6 ഏത് വേണമെങ്കിലും വീഴാം. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാലോ കുഡ് ബി ജസ്റ്റ് ദ നമ്പർ ഓൺ ദാറ്റ് ഡൈ. അതാണ് അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസിലെ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. സോ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ സ്പേസ്. അതും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is not a social network of social media platform? ഇതിൽ ഏതാണ് സോഷ്യൽ നെറ്റ്വർക്ക് അല്ലാത്തത്? സോഷ്യൽ നെറ്റ്വർക്ക് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ആണ്. ട്വിറ്റർ, യൂട്യൂബ് ഇതെല്ലാം സോഷ്യൽ നെറ്റ്വർക്ക് ആണല്ലേ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. പക്ഷെ ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ നെറ്റ്വർക്ക് അല്ല. കാരണം എന്തുകൊണ്ടാണ് ബ്ലോഗ്സ് സോഷ്യൽ നെറ്റ്വർക്ക് അല്ല? ബിക്കോസ് അവിടെ ഒരു തമ്മിൽ ഒരു ടു വേ ഇന്ററാക്ഷൻ വരുന്നില്ല, ടു വേ സോഷ്യൽ ഇന്ററാക്ഷൻ വരുന്നില്ല. ദേ ആർ ഫോം ഓഫ് കണ്ടന്റ് പബ്ലിഷിംഗ്, നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ സോഷ്യൽ നെറ്റ്വർക്കിംഗ്. സോ they are used to share articles, opinions or updates, but not primarily for two-way social interaction like friend connection, profile networks, etc. അപ്പോൾ ഒരു ബ്ലോഗ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ടു വേ സോഷ്യൽ ഇന്ററാക്ഷൻ ഒന്നും വരുന്നില്ല. മറ്റതിനെ അപേക്ഷിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ബ്ലോഗ്സ് ആയിരിക്കും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. ദെൻ ഇവിടെയും സെക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരുപാട് ഏരിയാസിൽ നമ്മുടെ സെക്ഷൻസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. പല ഏരിയാസിലും സെക്ഷൻസ് കൃത്യമായിട്ടുള്ള നമ്മുടെ ഇൻകം ടാക്സിനകത്ത് പല ഏരിയാസിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് ഇന്ന സെക്ഷൻ എന്ന് തന്നെ പറഞ്ഞെടുത്ത് ചോദിക്കുന്നുണ്ട്. അതിപ്പോ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ആണ്. അത് മനസ്സിലാക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്തോളാം. സോ which one of the following sections of Income Tax Act 1961 defines method for computing arm's length price? ഇതിൽ ഏത് സെക്ഷനിലാണ് ആംസ് ലെങ്ത് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? അതായത് ആംസ് ലെങ്ത് പ്രൈസ് എന്താണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു ആംസ് ലെങ്ത് പ്രൈസിന്റെ കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത് ഇതിൽ ഏത് സെക്ഷൻ ആണ്? 90C, 91C, 92C, 93C. ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഓർത്തിരിക്കാൻ പറ്റും. 92C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്താണ് ആംസ് ലെങ്ത് പ്രൈസ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. It refers to the price at which transaction between two related parties are conducted, assuming they were independent of each other, as if they were dealing with an unrelated third party. Arm's length price എന്ന് പറഞ്ഞാൽ ഇപ്പോ രണ്ട് റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അവര് ആ ഒരു ട്രാൻസാക്ഷൻ അവരിടുന്ന ആ ഒരു പ്രൈസ്, ആ പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കണം? ഇവര് റിലേറ്റഡ് അല്ലായിരുന്നെങ്കിൽ, അതായത് ഈ രണ്ട് പാർട്ടീസും അൺറിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ആയിരുന്നെങ്കിൽ എത്ര രൂപയ്ക്കായിരുന്നു അല്ലെങ്കിൽ എത്രയായിരുന്നു അവരുടെ ആ ഒരു ട്രാൻസാക്ഷന്റെ പ്രൈസ്? ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ് നമ്മൾ ആംസ് ലെങ്ത് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉള്ള പ്രൈസ് ആണ്. അസ്യൂമിങ് ദാറ്റ് they were independent of each other. അവര് റിലേറ്റഡ് അല്ല എങ്കിൽ എത്രയാണോ, അല്ല എന്നുള്ള രീതിയിൽ തന്നെ അസ്യൂം ചെയ്തുകൊണ്ട് ആ പാർട്ടീസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ഉള്ള ആ ഒരു ട്രാൻസാക്ഷന്റെ ആ ഒരു പ്രൈസ് ആണ് ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മളുടെ IPLUS ക്ലാസ്സുകളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് പഠിച്ചോളുക. ഇപ്പൊ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടൈം ഇല്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് നോക്കി അങ്ങ് പോകാം. സോ എന്താണ് ആംസ് ലെങ്ത് പ്രൈസ് എന്നുള്ളത് ഒന്നുകൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്തോളാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അറേഞ്ച് ദി പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട് വേർ ദർ ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ ആണ്. സ്റ്റെപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് റീ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്, പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ, prepare statement of cost per equivalent unit, prepare statement of equivalent production, determine and analyze the number of physical units in the form of inputs and output. ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
നമുക്ക് ഈ ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഓപ്ഷൻ ഇയിൽ പറയുന്ന കാര്യമാണ് അല്ലെ. ഡിറ്റർമൈൻ ആൻഡ് അനലൈസ് ദി നമ്പർ ഓഫ് ഫിസിക്കൽ യൂണിറ്റ്സ് ഇൻ ദി ഫോം ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഫിസിക്കൽ യൂണിറ്റ്സ് എത്രയാണ്, ഇപ്പൊ ഇൻപുട്ടുകൾ എത്രയാണെന്നും ഔട്ട്പുട്ട് എത്രയാണെന്നും ഉള്ള കാര്യങ്ങൾ, ഓരോ പ്രോസസ്സിലേക്കും എത്ര ഇൻപുട്ട് കൊടുക്കുന്നു, അതിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു, ഇങ്ങനെയുള്ള നമ്പർ ഓഫ് ഫിസിക്കൽ യൂണിറ്റ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഫസ്റ്റ് വരേണ്ടത്. സോ ഓപ്ഷൻ ഇ ആണ് ആദ്യം. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് പോകാം. പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. അതിനുശേഷമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ ഇക്വലന്റ് യൂണിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. ഫൈനലി പ്രോസസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ EDCBA ഇതാണ് നമ്മളുടെ ഓർഡർ. EDCBA ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പാറ്റേൺ, അതായത് ഇനി നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാമിന്റെയും ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നും എങ്ങനെ ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിചയപ്പെടുകയാണ്. സോ നമ്മൾ പറയാറുണ്ട് ഈ ഒരു നെറ്റ് എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല എന്ന്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് അത് കൃത്യമായിട്ട് പഠിക്കുക. അതായിരിക്കും അടുത്ത പ്രാവശ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. അതായത് ഈ വട്ടം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഓരോ ഓപ്ഷൻ ആൻസർ ആണ്. ബാക്കി 3 ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കും അടുത്ത പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാൻ സാധ്യത. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഇത്രയും പോർഷൻസ് നമ്മൾക്ക് കവർ ചെയ്തത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.